പശ്ചിമേഷ്യയിൽ വീണ്ടും പടുകൂറ്റൻ യുദ്ധമേഘങ്ങൾ രൂപപ്പെടുന്നുവോ? സമാധാന ചർച്ചകളുടെ നേരിയ സാധ്യതകൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ലോകത്തെയാകെ വീണ്ടും മുൾമുനയിൽ നിർത്തുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇറാനിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഉറക്കം കെടുത്തിക്കഴിഞ്ഞു. ജോർദാനിലെ അതീവ സുരക്ഷിതമായ അമേരിക്കൻ വ്യോമതാവളത്തിനും US സെൻട്രൽ കമാൻഡിന്റെ നിർണായക സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ തങ്ങൾ ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം അഴിച്ചുവിട്ടുവെന്നാണ് IRGC തറപ്പിച്ചു പറയുന്നത്. വെറുമൊരു സൈനിക നീക്കത്തിനപ്പുറം അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമുള്ള ഇറാന്റെ കടുത്ത രാഷ്ട്രീയ മുന്നറിയിപ്പ് കൂടിയായാണ് ഈ ആക്രമണം വിലയിരുത്തപ്പെടുന്നത്. ഇതിനു പുറമെ ലോക വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച 3 ഭീമൻ എണ്ണ ടാങ്കറുകൾ തടഞ്ഞുവെച്ചുവെന്ന പ്രഖ്യാപനം കൂടി പുറത്തു വന്നതോടെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. എന്നാൽ ഈ അവകാശവാദങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലാത്തതും അമേരിക്കയുടെ ഔദ്യോഗിക പ്രതികരണങ്ങൾ വ്യത്യസ്തമാക്കാനിടയുള്ളതും സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു. ഇത് കേവലം വാക്കുകളുടെ പോരാട്ടമാണോ, അതോ ആഗോള സമ്പദ് വ്യവസ്ഥയും സമാധാനത്തിന്റെയും തകിടം മറിക്കാൻ പോന്ന മറ്റൊരു വലിയ യുദ്ധത്തിന്റെ തുടക്കമോ? ഉത്തരത്തിനായി ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ് ലോകം. ഇറാനിയൻ മാധ്യമമായ പ്രസ് ടിവിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. IRGCയുടെ പ്രസ്താവന പ്രകാരം അമേരിക്കൻ സൈന്യം നടത്തിയതായി ആരോപിക്കുന്ന ആക്രമണങ്ങൾക്കും സാധാരണ ജനങ്ങളുടെയും കുട്ടികളുടെയും മരണത്തിന് മറുപടിയായാണ് ഈ സൈനിക നടപടി സ്വീകരിച്ചതെന്നാണ് വിശദീകരണം. ഇറാന്റെ എയ്റോസ്പേസ് ഫോഴ്സിലെ സേനാംഗങ്ങൾ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചുവെന്നും അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് ഈ നടപടിയുടെ ലക്ഷ്യമെന്നും സംഘടന അറിയിച്ചു. ഇറാന്റെ പരമാധികാരത്തിനും ദേശീയ താൽപര്യങ്ങൾക്കും എതിരായ നടപടികൾ തുടർന്നാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന സന്ദേശവും പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്തെ സംഘർഷം വെറും സൈനിക ഏറ്റുമുട്ടൽ ഒതുങ്ങുന്നതല്ലെന്നും അത് രാഷ്ട്രീയവും നയതന്ത്രപരമായ തർക്കങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണെന്നും IRGCയുടെ പ്രസ്താവന സൂചിപ്പിക്കുന്നു. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് സമ്മർദ്ദ നയം തുടരുകയാണെന്നാണ് സംഘടനയുടെ ആരോപണം. ഇത്തരത്തിലുള്ള നടപടികൾക്ക് മറുപടി നൽകാൻ ഇറാൻ മടിക്കില്ലെന്നും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അവർ ആവർത്തിച്ചു. പ്രസ്താവനയിൽ പ്രത്യേകമായി പരാമർശിക്കപ്പെട്ട മറ്റൊരു വിഷയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഏകപക്ഷീയ വെടിനിർത്തൽ. IRGCയുടെ അവകാശവാദം അനുസരിച്ച് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും അമേരിക്ക ഇറാനിയൻ പ്രദേശത്തിനെതിരെ നിരവധി ലംഘനങ്ങൾ നടത്തിയെന്നാണ് ആരോപണം. കൂടാതെ കഴിഞ്ഞ മാസം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നുവെന്നും എല്ലാ മുന്നണികളിലുമായുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന വ്യവസ്ഥ അതിൽ ഉൾപ്പെട്ടിരുന്നുവെന്നും സംഘടന പറയുന്നു. എന്നാൽ ആ ധാരണ അമേരിക്ക പാലിച്ചിട്ടില്ല എന്നാണ് അവരുടെ ആരോപണം. ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകൾ ഒന്നാണ്. ആഗോള എണ്ണ വിതരണത്തിന്റെ വലിയൊരു വിഹിതം ഈ ജലപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഏത് സംഘർഷവും ലോക സമ്പദ് വ്യവസ്ഥയും എണ്ണവിലയും നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. IRGCയുടെ വിശദീകരണം അനുസരിച്ച് ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷിതവും നിയമപരവുമായ ഒരു സമുദ്രപാത ഇറാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ചില കപ്പലുകൾ ആ പാത ഒഴിവാക്കി മറ്റൊരു മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ അമേരിക്ക പ്രേരിപ്പിച്ചുവെന്നാണ് അവരുടെ ആരോപണം. ഈ സാഹചര്യത്തിലാണ് ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച 3 എണ്ണ ടാങ്കറുകൾ തടഞ്ഞതായും IRGC പ്രഖ്യാപിച്ചത്. അവരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് സുരക്ഷിതമല്ലാത്തതും നിയമവിരുദ്ധവുമായ പാതയിലൂടെ കപ്പലുകൾ സഞ്ചരിച്ചുവെന്നാണ് സംഘടനയുടെ വിശദീകരണം. അമേരിക്കൻ സൈന്യത്തിന്റെ നിർദ്ദേശങ്ങൾ പിന്തുടർന്ന് പ്രവർത്തിക്കുന്ന കപ്പലുകൾക്ക് ഭാവിയിലും സമാനമായ നടപടികൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും IRGC നാവികസേന നൽകി. ഇറാൻ തുടർച്ചയായി ഉന്നയിക്കുന്ന പ്രധാന വാദം തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്കും സമുദ്ര അതിർത്തികൾക്കും മേൽ യാതൊരു വിദേശ ഇടപെടലും അനുവദിക്കില്ല എന്നതാണ്. അമേരിക്കയുടെ സൈനിക സാന്നിധ്യവും മേഖലയിൽ നടത്തുന്ന ഇടപെടലുകളും പ്രാദേശിക സ്ഥിരത തകർക്കുന്നതാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. അതേസമയം അമേരിക്കയും സഖ്യകക്ഷികളും പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനുമാണെന്നാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ അവകാശവാദങ്ങൾ ശരിവെക്കപ്പെടുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷം കൂടുതൽ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് ആശങ്ക ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷമായാൽ ആഗോള എണ്ണ വിപണിയിലും ചരക്ക് ഗതാഗതത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇതിനകം തന്നെ അതീവ സംഘർഷഭരിതമായ സാഹചര്യത്തിലായതിനാൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്തും പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇറാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള കടുത്ത അവകാശവാദങ്ങൾ പുറത്തു വരുമ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ അവ പൂർണ്ണമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്വതന്ത്ര അന്താരാഷ്ട്ര മാധ്യമങ്ങളോ സ്രോതസ്സുകളോ ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ ഔദ്യോഗിക പ്രതിരോധ കേന്ദ്രങ്ങളോ ഈ ആക്രമണങ്ങളെയും എണ്ണ ടാങ്കറുകൾ തടഞ്ഞുവെച്ച സംഭവത്തെയും ഇതുവരെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഈ പ്രസ്താവനകൾക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങളും നഷ്ടങ്ങളും വ്യാപ്തിയും എന്താണെന്നറിയാൻ വരും മണിക്കൂറുകളിലെ ഔദ്യോഗിക അന്വേഷണങ്ങളും ഇരുഭാഗത്തു നിന്നുമുള്ള പ്രസ്താവനകളും നിർണായകമാണ്. എങ്കിലും ഇതിന്റെയൊക്കെ അടിത്തട്ടിൽ കിടക്കുന്നത് പശ്ചിമേഷ്യയിലെ അതിസങ്കീർണമായ രാഷ്ട്രീയ സൈനിക സാഹചര്യമാണ്. അവിടെ ഓരോ ചെറിയ നീക്കവും ഓരോ പുതിയ സംഭവ വികാസവും പ്രാദേശിക സുരക്ഷയെ തകിടം മറിക്കാനും ആഗോള സ്ഥിരതയെ തടുക്കാനും പോന്നതാണ്.
മിസൈലുകളുടെ പുകപടലങ്ങൾ അടങ്ങുമ്പോഴും ഇത് വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ സൂചനയാണോ അതോ വെറുമൊരു രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രം മാത്രമാണോ എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ലോകം. സമാധാനത്തിന്റെ എല്ലാ വാതിലുകളും അടഞ്ഞ് ലോകം മറ്റൊരു സർവനാശത്തിലേക്ക് നടന്നു നീങ്ങുകയാണോ? ഉത്തരം കിട്ടാത്ത ഈ ആശങ്കാജനകമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം.